ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യങ്ങളിലൂടെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ ദൈവം അവിടെ ഇടയാക്കിയ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഫാറോസ് മിനിസ്ട്രീസിൽ കൂടി ദൈവവചനം പഠിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. കഴിഞ്ഞ ചാപ്റ്ററുകൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം അപ്പോളജറ്റിക്സിന്റെ പ്രത്യേകതകൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ ഇടയായത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിബ്ലിക്കൽ അപ്പോളജറ്റിക്സ് എന്നാൽ എന്താണ് എന്നാണ്. അതിൽ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന തെളിവുകൾ, ആരെല്ലാമാണ് ബൈബിളിൽ അപ്പോളജറ്റിക്സ് ഉപയോഗിച്ചത് എന്നീ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുവാനായി ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ന്യായവാദ ശാസ്ത്ര സമീപനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വേദപുസ്തകം വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കരുതിക്കൂട്ടി തന്നെ സംശയവാദത്തെയും അവിശ്വാസത്തെയും നിഷേധിക്കുന്നെങ്കിലും യുക്തിക്കോ ഗവേഷണത്തിനോ അതൊരിക്കലും തടസ്സം നിൽക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ്, ബൈബിൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് വിശ്വാസമാണ്. അത് കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കണം, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതിൽ എന്തെല്ലാം പറയുന്നു അത് മാത്രമാണ് സത്യം എന്നീ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും അതൊരിക്കലും യുക്തിക്കോ ഗവേഷണത്തിനോ ഒരിക്കലും തടസ്സം നിൽക്കുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യുക്തിക്ക് എതിരായി നിൽക്കുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ. ബൈബിളിലെ പഠനം നമ്മുടെ യുക്തിക്ക് എതിരല്ല. വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും യുക്തിക്കെതിരാണ്. അത് പക്ഷെ അന്ധവിശ്വാസങ്ങളാണ്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതിനെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറയുമ്പോഴാണ് ആ വിശ്വാസങ്ങളെയാണ് തീർച്ചയായും യുക്തിക്കെതിരായി നിൽക്കുന്ന വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ബൈബിളിലെ വിശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു അന്ധവിശ്വാസമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നാം യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രവുമല്ല, ഗവേഷണത്തെയും അതൊരിക്കലും തടസ്സം നിൽക്കുന്ന, ഗവേഷണത്തിനെതിരെ നിൽക്കുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ എന്ന് നാം മനസ്സിലാക്കണം. എപ്പോഴും ബൈബിള് ഒരു കയ്യില് ഗവേഷണം അല്ലെങ്കിൽ സയൻസ് മറ്റൊരു ഹാൻഡിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നതാണ് എന്നാണ് ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യസന്ധമായ നിലയിലും ആത്മാർത്ഥതയോടും യുക്തിയോടും കൂടിയ ഗവേഷണത്തെ വേദപുസ്തകം എപ്പോഴും ഉത്സാഹിപ്പിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അതിനെ കൂടുതൽ അത് എൻകറേജ് ചെയ്യുന്നതാണ്. പല കണ്ടുപിടുത്തങ്ങളും ബൈബിളിൽ നിന്നാണ് എന്നുള്ളത് ചരിത്രം പറയുന്ന കാര്യങ്ങളാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, ടിവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ലോകത്തിന്റെ ഒരു ഭാഗത്ത് മരിച്ചു കിടക്കുന്ന രണ്ടുപേരെയെ ലോകത്തിലുള്ളവരെല്ലാം കാണുമെന്നുള്ള ഒരു ഉദാഹരണം ആയിട്ട് ഞാൻ പറഞ്ഞാൽ അതാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും കാണും. എങ്ങനെ കാണാൻ കഴിയും? ഇന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വില്ലേജിന്റെ കോണിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ലോകം മുഴുവനും എത്തുവാൻ നിമിഷങ്ങൾ മതി. നിമിഷങ്ങൾക്കുള്ളിൽ അത് ഈ ലോകത്ത് മുഴുവനും എത്തുവാൻ കഴിയും. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം പറയുന്ന കാര്യമാണ്. ഒരിക്കലും ബൈബിള് ഗവേഷണത്തിനോ സയൻസിനോ യുക്തിക്കോ എതിരായി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനെ ഉത്സാഹിപ്പിക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമവും ഇതിനാവശ്യമായ തെളിവുകൾ നിരത്തുന്നു. എന്തിനേറെ ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ നിലയിലുള്ള ധാരാളം തെളിവുകൾ ദൈവം
തന്നെ നൽകുന്നു. ഇത് ചുമ്മാതെ ഒരാൾ നീ അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ബൈബിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു മനുഷ്യൻ പറഞ്ഞ് ഒരാളെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമുണ്ട് എന്നുള്ളതാണ്. ഈ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിക്ക് ദൈവവചനം വിശ്വസിക്കുവാനായി, ബൈബിൾ വിശ്വസിക്കുവാനായി എന്തെല്ലാം ആവശ്യമാണോ അതിനാവശ്യമുള്ളതായ എല്ലാ തെളിവുകളും നൽകുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഫറവോന്റെ അടുക്കിലേക്ക് ദൈവം മോശയെ അയച്ചപ്പോൾ ദൈവം തന്നെയാണ് തന്നെ അയച്ചതെന്ന വസ്തുത ഉറപ്പിക്കുന്നത് വിധത്തിൽ അടയാളങ്ങളും ദൈവം തന്നെ കൊടുത്തു. നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണ്. ഫറവോനോട് അറിയിച്ച സംഗതികളെ താൻ വിശ്വസിച്ചോ ഇല്ലയോ എന്നല്ല, പ്രത്യുത ഫറവോന്റെ അന്വേഷണത്തിന് ആവശ്യമായ തെളിവുകൾ ദൈവം നൽകി എന്നതാണ് ഇവിടുത്തെ പ്രാധാന്യം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും മോശയും അഹ്റോനും പോയി കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഫറവോൻ അവര് വിശ്വസിക്കാത്തത്? എന്നാൽ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രഥമമായ ലൂക്ക് അല്ലെങ്കിൽ അന്വേഷണം എന്ന് പറയുന്നത് അതല്ല. എന്തുകൊണ്ടെന്നുള്ളതല്ല, അത് അദ്ദേഹം വിശ്വസിച്ചോ, ഫറവോൻ വിശ്വസിച്ചോ, അത് നിരസിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രാധാന്യം. പിന്നെയോ അത് ഫറവോൻ അന്വേഷിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നൽകിയോ ഇല്ലയോ എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കളെ ദൈവത്തെ ആരാധിക്കുവാനായി കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അത് ഏത് ദൈവമാണ്, ആ ദൈവത്തിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് നീ അത് എന്നെ വിശ്വസിപ്പിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ വ്യക്തമായ അടയാളങ്ങൾ കാണിച്ച് മോശ അവിടെ തർക്കവാദം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ ഒരു അപ്പോളജറ്റിക്സ് ആയി അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ ശക്തമായി അവിടെ ചില അടയാളങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ ഇടയായിത്തീരും. ഈ അവസരങ്ങൾ, അടയാളങ്ങളെ ശ്രദ്ധിച്ച ഗിദിയോനോടുള്ള ബന്ധത്തിലും ഇത് ഗ്രഹിക്കാവുന്നതാണ്. ഗിദിയോനും അത് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ച്, അടയാളങ്ങൾ ചോദിച്ച് ഗിദിയോൻ തന്റെ വിശ്വാസത്തെ തന്റെ മിനിസ്ട്രിയെ ഉറപ്പിക്കുന്നത് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഈ അവസരങ്ങളിൽ ദൈവം അടയാളങ്ങൾ നൽകി, ഗിദിയോനും അടയാളങ്ങൾ നൽകി കൊടുത്തു. അതുപോലെ തന്നെ ഫറവോനും ദൈവം ആവശ്യമായ അടയാളങ്ങൾ നൽകി കൊടുത്ത് താൻ അന്വേഷിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾക്കുള്ള എവിഡൻസ് ദൈവം നൽകി കൊടുക്കാൻ ഇടയാത്തത്. ദാനിയേലും കൂട്ടരും തങ്ങളെ നോക്കുവാനായി നിയമിക്കപ്പെട്ട ശിഷ്യനോട് പറഞ്ഞതും സെയിം കാര്യമാണ്. 10 ദിവസം ഞങ്ങളെ പരീക്ഷിച്ചാൽ, അധികം ദിവസമൊന്നും വേണ്ട, വെറും 10 ദിവസം നിങ്ങൾ ഞങ്ങളിൽ ഒരു ഗവേഷണം നടത്തുക എന്നാണ് ഈ ദാനിയേലും കൂട്ടരും പറഞ്ഞത്. ദാനിയേൽ എടുത്ത തീരുമാനത്തിന്റെ മുന്നമേ ഒരു അപ്പോളജറ്റിക്സ് ആയി നിന്നുകൊണ്ട് വളരെ ശക്തമായി ദൈവത്തെ ഉയർത്തുന്ന ഒരു വ്യക്തിയായി നമുക്ക് ദാനിയേലിനെ കാണാൻ കഴിയും. എന്താണ് പറയുന്നത്? 10 ദിവസം ഞങ്ങളെ പരീക്ഷിച്ചാൽ അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. യു ഡു എ റിസർച്ച്, യു ഡു ഒരു ഗവേഷണം നീ നടത്തുക എന്നാണ് ഈ ഷണ്ണനോട് ദാനിയേൽ പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും താൻ വിശ്വസിക്കുന്ന വിശ്വാസം സത്യമാണ് എന്ന് തെളിയിക്കുവാൻ ദൈവം പ്രവർത്തിക്കുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മളുടെ വിശ്വാസം ദൈവവചനത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം, അതിന് മേൽ നിൽക്കുന്ന വിശ്വാസം. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുകയും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളതൊന്നല്ല. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെയാണ് അടയാളങ്ങളോട് കൂടിയുള്ള ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുന്ന അല്ലെങ്കിൽ തന്റെ വിശ്വാസത്തെ ഉയർത്തുന്ന വ്യക്തികളെ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. ഇത്
ദാനിയേൽ ഷണ്ഡനോട് പറഞ്ഞതായ കാര്യമാണ്. നീ നിന്റെ കൂടെയുള്ള ആൾക്കാർക്ക്, ബാലന്മാർക്ക് രാജഭോജനം കൊടുക്കുക. ഞങ്ങൾക്ക് വെറും രാജഭോജനം ആവശ്യമില്ല, വെറും കഞ്ഞിയും പയറും മതി എന്ന രീതിയിൽ. ഓക്കെ, ആ രീതിയിലുള്ള ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ആർക്കാണ് കൂടുതൽ രാജഭോജനം കഴിക്കുന്നവർക്കാണോ ഞങ്ങൾക്കാണോ കൂടുതൽ ആരോഗ്യം, കൂടുതൽ ഉന്മേഷം, സൗന്ദര്യം എന്ന് നോക്കുക എന്ന് ദാനിയേൽ പറയുന്നത് നമുക്ക് കാണാം. ഗവേഷണം നടത്തി തീരുമാനിക്കാം എന്നത്രേ. പരീക്ഷണത്തിലൂടെ അനുഭവിച്ച ഒരു സമീപനമാണിത്. അപ്രകാരം നടത്തുന്ന ഗവേഷണപരമായി എടുക്കുന്ന തീരുമാനത്തെ പറ്റിയാണ് ദാനിയേലും കൂട്ടരും പറയുന്നത്. ചുമ്മാതെ കേട്ടിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഭോജനത്തെ അവർ മാറ്റിയല്ലേ ചെയ്യുന്നത്. അവർക്കറിയാം അവർ പിൻപറ്റുന്ന ദൈവം, അവർ സേവിക്കുന്ന ദൈവം, ആ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കുമെന്ന് ഉള്ള ഉറച്ച വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയാണ്, വിശ്വാസത്തിന് വേണ്ടി പോരാടുകയാണ്, വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുകയാണ് ഇവിടെ ദാനിയേലും കൂട്ടരും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. സംശയവാദികളുടെ അവിശ്വാസത്തെ കർത്താവ് വിമർശിച്ചെങ്കിലും തെളിവ് നൽകുന്ന ഒരിക്കലും വിസമ്മതം പ്രകടിപ്പിച്ചിട്ടില്ല. അടുത്തത് നമുക്ക് യേശുക്രിസ്തുവിനെ തന്നെ നമുക്കൊന്ന് വീക്ഷിക്കാം. യേശുക്രിസ്തു എങ്ങനെയാണ് ന്യായവാദ ശാസ്ത്രത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാം. സംശയവാദികളുടെ അവിശ്വാസത്തെ കർത്താവ് വിമർശിച്ചെങ്കിലും തെളിവ് നൽകുന്നതിൽ താൻ ഒരിക്കലും വിസമ്മതം പ്രകടിപ്പിച്ചില്ല. അവിശ്വാസികളെ കുറിച്ച് യേശുക്രിസ്തു പലവട്ടം പറയുന്നു. ശിഷ്യന്മാരും ഒരുമിച്ച് കടൽ കടന്ന് അപ്പുറത്ത് പോകുമ്പോൾ വലിയ കാറ്റും കോളും ഉണ്ടായി തങ്ങൾ സഞ്ചരിച്ച പടക് മറിയുമാണ്. കടൽ പ്രക്ഷുബ്ധമായപ്പോൾ അവിശ്വാസികളെ എന്ന് വിളിക്കുവാൻ വിചാരിച്ചു. വിശ്വസിക്കുവാൻ ആവശ്യമായ തെളിവുകൾ നൽകുന്നു. കടലിനെയും കാറ്റിനെയും ശാസിക്കുകയും അതിനെ ശാന്തമാക്കുകയും ചെയ്ത് തെളിവുകളിൽ കൂടി യേശുക്രിസ്തു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിനെ പ്രകടമാക്കി അതിന്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാൻ കഴിഞ്ഞു. അത് മാത്രവുമല്ല, താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ശാരീരികമായി പരീക്ഷിച്ചറിഞ്ഞു തന്നിൽ വിശ്വസിക്കുവാനായി തോമസിനെയും മറ്റ് അപ്പോസ്തലന്മാരെയും ക്രിസ്തു ക്ഷണിക്കുന്നു. ഒരു അന്ധവിശ്വാസമാണ് യേശുക്രിസ്തു, ഒരു മായക്കാഴ്ചയാണ് യേശുക്രിസ്തു എന്ന് ഉള്ള ചിന്ത വരാതിരിക്കുവാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തോമസിനെയും മറ്റു ശിഷ്യന്മാരെയും മറ്റു അപ്പോസ്തലന്മാരെയും തന്നെ വിളിച്ച് കാണിച്ച് വന്ന് കാണുക, വന്ന് തൊടുക, വിരൽ നീ എന്റെ വിലാപ്പുറത്തിടുക എന്നീ കാര്യങ്ങൾ പറഞ്ഞ് താൻ വളരെ ശക്തമായ രീതിയിൽ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് തോമസിന്റെ പ്രശ്നം? തോമസിന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. തോമസ് യേശുക്രിസ്തു ഉയർത്തു എന്ന് വിശ്വസിക്കണമെങ്കിൽ താൻ അന്ധമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരിക്കലും ഇതുപോലൊരു വ്യക്തി മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പോൾ യാതൊരു സാധ്യതയുമില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന തോമസ്, ആ തോമസിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനായി യേശുക്രിസ്തു ഞാൻ ഉയർത്തെഴുന്നേറ്റ ശരീരവുമായി ഇതാ തോമസിന്റെ അടുത്തിലേക്ക് നടന്നു വരികയാണ് ചെയ്യുന്നത്. തോമസെ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം. അവിശ്വാസം നമ്മൾ ചിലപ്പോൾ കടന്നു വരാം. എന്നാൽ ദൈവവചനത്തെ നമ്മൾ പിൻപറ്റുന്നു എങ്കിൽ, ദൈവവചനത്തെ നമ്മൾ പിൻപറ്റാൻ തയ്യാറാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അവിശ്വാസത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവന് കഴിയും എന്നുള്ളതാണ്. ചില അവിശ്വാസങ്ങൾ കടന്നു വരുമ്പോൾ
നമ്മൾ അവിടെ വെച്ച് തകർന്നു പോകുവാൻ ഇടയാകാതിരിക്കുവാൻ ദൈവ സന്നിധിയിൽ ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരിക്കാം. ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ചില കാര്യങ്ങൾ അങ്ങനെ എടുക്കുവാൻ, അതുപോലെ എടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ആ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ തകർന്നു പോകാം. തോമസ് ചിലപ്പോൾ പിന്മാറിപ്പോകാമായിരുന്നു. യേശു ക്രിസ്തു തോമസിന്റെ മുമ്പിൽ അങ്ങനെ വന്ന് നിന്നില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും തോമസിനെ ഒരു ശിഷ്യനായി, ഒരു അപ്പോസ്തലനായി നമുക്ക് ഫ്യൂച്ചറിൽ കാണുവാൻ കഴിയും. അവൻ പിന്മാറിപ്പോയി. അവിടെ കർത്താവ് തന്റെ ശരീരവുമായി കടന്നു വരും. എന്നിട്ട് പറയുന്നു, നീ വന്ന് നിന്റെ കൈകളിടുക, നിന്റെ വിശ്വാസം ഉറപ്പിക്കുക. നീ അവിശ്വാസിയായിരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിന്നെ ഒരു വിശ്വാസിയായി കാണാൻ ആഗ്രഹിക്കുന്നു. ന്യായവാദ ശാസ്ത്രത്തിൽ കൂടിയുള്ള ഒരു ദൈവീയ പ്രവൃത്തിയാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു നിർവഹിച്ച അത്ഭുതങ്ങൾ അവിടുന്ന് ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിനുള്ള തെളിവുകളാണ് താൻ തന്നെയും അപ്പോസ്തലന്മാരും പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. കർത്താവ് കാണിച്ചതായ എല്ലാ അടയാളങ്ങളും അത് വിരൽ ചൂണ്ടുന്നത് ഒരു സത്യത്തിലേക്കാണ്. ആ അടയാളത്തിൽ നിൽക്കുവാനല്ല യേശുക്രിസ്തു പറയുന്നത്, അത് യേശുക്രിസ്തുവിലേക്കുള്ള വഴിയായി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. ഇവിടെ വെച്ച് നമുക്ക് പലപ്പോഴും ചെറിയ മിസ്റ്റേക്ക് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത്. ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ഒരു അടയാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്, അത് ക്രിസ്തുവിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായി നമ്മൾ കാണാതെ ആ സ്റ്റെപ്പിൽ തന്നെ ഇപ്പോഴും വർഷങ്ങളായി നിൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അടയാളം എന്ന് പറയുന്നത്, സൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം. സൈൻ ബോർഡ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒസൂരിൽ വരുമ്പോൾ ബാംഗ്ലൂർ എന്ന് കൊടുത്തിട്ട് ഒരു ആരോ മോഡിലേക്ക് കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് കൊടുത്തിരിക്കും. ആ ബാംഗ്ലൂർ എന്ന് എഴുതിയിരിക്കുന്ന എന്നുള്ള സൈൻ ബോർഡിന്റെ മുമ്പിൽ വന്ന് ഇതാണ് ബാംഗ്ലൂർ എന്ന് വാദിക്കുന്ന വ്യക്തികളെ പോലെയാണ് ഒരു അത്ഭുതത്തിന്റെ മുമ്പിൽ ഇതാണ് ദൈവം എന്ന് വാദിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അത് ക്രിസ്തുവിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്, ക്രിസ്തുവിലേക്കുള്ള വഴിയാണത്. അത് ക്രിസ്തു ആരാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചു തരുവാൻ ഉള്ള വഴിയായി എടുക്കേണ്ടതാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും. ഇത് ക്രിസ്തു ആരാണെന്ന് തെളിയിക്കുവാനായി, ക്രിസ്തുവിലേക്കുള്ള വഴി എന്താണെന്ന് തെളിയിക്കുവാനായി, ക്രിസ്തു എന്തിനാണ് വന്നത് എന്ന് തെളിയിക്കുവാനുള്ള ഒരു ചാനലായി ഈ അത്ഭുതങ്ങളെ നമ്മൾ കാണണമെന്നാണ് അപ്പോസ്തലന്മാരും യേശു ക്രിസ്തു തന്നെയും പല പ്രാവശ്യം ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സകലത്തിന്റെയും പിന്നിൽ ദൈവമെന്നുള്ള അതിന്റെ തെളിവുകളാണ് പുതിയ നിയമസഭയിൽ നടന്ന അത്ഭുതങ്ങൾ എന്ന് അപ്പോസ്തലനായ പൗലോസും മറ്റു പുതിയ നിയമ എഴുത്തുകാരും തങ്ങളുടെ എഴുത്തുകളിൽ സമർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ദൈവമാണ്. ഇതെല്ലാം ദൈവത്തിലേക്കുള്ള വഴിയാണ്. ദൈവം ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഉണ്ട് എന്ന് കാണിക്കുവാനുള്ള ഒരു മാനദണ്ഡമാണ് ചിലപ്പോൾ അത്ഭുതങ്ങൾ. എല്ലാവർക്കും അങ്ങനെ ഒരു അത്ഭുതത്തിൽ കൂടിയാണ് ദൈവത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ദൈവം സംസാരിച്ചിട്ട് കടന്നു വന്നവരുണ്ട്, ദൈവം ഇടപെട്ടിട്ട് കടന്നു വന്നവരുണ്ട്, ദൈവത്തെ അറിഞ്ഞിറങ്ങിയവരുണ്ട്, രോഗസൗഖ്യം പ്രാപിച്ച് അത്ഭുതങ്ങൾ നടന്നിട്ട്, അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടിട്ട് ക്രിസ്തുവിലേക്കും വന്നവര് ഉണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിലുള്ളതാണ് ക്രിസ്തു. മുന്നിലുള്ളത് ആ ക്രിസ്തുവിലേക്കുള്ള വഴിയാണ്. അതാണ് സകലത്തിന്റെ പിന്നിൽ ദൈവമാണെന്നുള്ള അതിന്റെ തെളിവുകളാണ് ഈ പുതിയ നിയമസഭകളിൽ അന്നും ഇന്നും നടക്കുന്ന അത്ഭുതങ്ങൾ. ആ അത്ഭുതത്തിന് ആ അർത്ഥത്തിൽ മാത്രമേ നമ്മൾ കാണാവൂ എന്നുള്ളതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനായുള്ളൂ. അതിന്റെ പിന്നിൽ നമ്മൾ എപ്പോഴും
വിറങ്ങലിച്ച് നിൽക്കുകയല്ല വേണ്ട. അതിന്റെ പിന്നിൽ നിൽക്കുന്ന ക്രിസ്തുവിലേക്ക് നമ്മൾ പോകുവാൻ, അതിന് പിന്നുള്ള ദൈവത്തിലേക്ക് നമ്മൾ അടുക്കുവാൻ അതെല്ലാം കാരണമാകണം. ക്രൈസ്തവർക്ക് ഒരുപോലെ പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ധാരാളം ഉദാഹരണങ്ങൾ സഹിതം തന്നെ ന്യായവാദ ശാസ്ത്രത്തിന്റെ പ്രാധാന്യതയും ആവശ്യകതയും വേദപുസ്തകം സമർത്ഥിക്കുന്നു. അവിശ്വാസത്തെ വേദപുസ്തകം നിഷേധിക്കുന്നെങ്കിലും ആത്മാർത്ഥമായ അന്വേഷണത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നു. ന്യായവാദ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നത് അപ്രകാരമാണ്. ന്യായവാദ ശാസ്ത്രം എങ്ങനെ പ്രാധാന്യമുള്ളതാണ് ഈ പറയപ്പെട്ട വ്യക്തികളിൽ കൂടി നമുക്കത് കാണുവാനിടയായി. ഫറവോന്റെ മുമ്പിൽ കടന്നു വരുന്ന മോശെ, രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഷണന്റെ മുമ്പിൽ നിൽക്കുന്ന ദാനിയേലും ദാനിയേലിന്റെ ഫ്രണ്ട്സും, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ അവിശ്വാസത്തോടു കൂടി കടന്നു വരുന്ന തോമസും മറ്റു ശിഷ്യന്മാരും, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്, ഇതെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത് ന്യായവാദ ശാസ്ത്രത്തിന്റെ പ്രാധാന്യതയാണ്. ദൈവവചനം അവിശ്വാസത്തെ നിഷേധിക്കും. ഒരിക്കലും അവിശ്വാസത്തെ ദൈവവചനം സപ്പോർട്ട് ചെയ്യുന്നില്ല. അടിമുടി അവിശ്വാസത്തെ ദൈവവചനം എതിർക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും ആത്മാർത്ഥമായി ഇതിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കുവാനാണ് ദൈവവചനം അനുമതി തരുന്നത്. നമുക്കറിയാം, അപ്പോസ്തലപ്രവർത്തനത്തിൽ വരാക്കയിലുള്ള വിശ്വാസികൾ എന്താണ് അവർ ചെയ്തത്? പൗലോസ് എന്ന് പറയുന്ന വലിയ അപ്പോസ്തലൻ പ്രസംഗിച്ചതിന് ശേഷവും അവൻ ഒരിക്കലും അതിന്റെ പിന്നിൽ ഇത് പൗലോസാണ് പ്രസംഗിച്ചത് എന്നുള്ള രീതിയിൽ നിൽക്കാതെ അവർ ഫലങ്ങളിൽ ചെന്ന് വീണ്ടും വലിയ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചിട്ട് അവർ അത് അന്ധമായി വിശ്വസിച്ചില്ല. അവർ അതിനെ ആത്മാർത്ഥമായി അന്വേഷിക്കുവാനാണ് ദൈവവചനത്തിൽ നിന്ന് അവർ അതിനെ തിരിയുവാനിടയായി. അത് ഊട്ടിയുറപ്പിക്കുവാനാണ് അവർ അത് അന്വേഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ന്യായവാദ ശാസ്ത്രത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആവശ്യകത വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായ മറ്റൊരു പോയിന്റാണ് ന്യായവാദ ശാസ്ത്രവും ഖണ്ഡന ശാസ്ത്രവും. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ഇതിന്റെ ഇൻട്രഡക്ഷൻ ആയിട്ട്, ന്യായവാദ ശാസ്ത്രത്തിന്റെ ഒരു ഉത്തമ തോഴനായി ഖണ്ഡന ശാസ്ത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. എന്താണ് ന്യായവാദ ശാസ്ത്രവും ഖണ്ഡന ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം? ന്യായവാദ ശാസ്ത്രം എവിടെയാണ് നടക്കേണ്ടത്, ഖണ്ഡന ശാസ്ത്രം എവിടെയാണ് നടക്കേണ്ടത്? നമ്മൾ ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരുപോലെ തോന്നാം. പക്ഷെ ഇത് രണ്ടും നടക്കേണ്ട സ്ഥലത്തിന്റെ വ്യത്യാസത്തിലാണ് ഇതിന്റെ പേരുകൾ മാറുന്നത്. ന്യായവാദ ശാസ്ത്രം നടക്കുന്നത് അവിശ്വാസികളുടെ ഇടയിലാണ്. എന്നാൽ ഖണ്ഡന ശാസ്ത്രത്തിന്റെ പ്രവൃത്തി ഏരിയ എന്ന് പറയുന്നത് വിശ്വാസികളുടെ അല്ലെങ്കിൽ സഭയുടെ ഉള്ളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് പുറത്തു പോയിട്ട് പുറത്തുള്ളൊരു വിശ്വാസത്തെ ഖണ്ഡിക്കേണ്ട ആവശ്യകതയില്ല. ഖണ്ഡിക്കുന്നത്, അങ്ങനെ ഖണ്ഡിക്കുവാനായ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ നിയമങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അവിടെ പോയി നിങ്ങൾ ഖണ്ഡിക്കുക, അവരുടെ വിശ്വാസത്തെ ഖണ്ഡിക്കുക എന്ന് ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ നിയമമായാലും ഏത് രാജ്യത്തിന്റെ നിയമവും അതിനനുവദിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില രാജ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, എക്സംഷൻ. അങ്ങനെയാവുന്നുവെങ്കിൽ എന്താണ് ന്യായവാദ ശാസ്ത്രം? ന്യായവാദ ശാസ്ത്രം എന്ന് പറയുന്നത് എന്റെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതിന് എന്റെ വിശ്വാസത്തെ കുറിച്ച് പറയും. എന്താണ് ഖണ്ഡന ശാസ്ത്രം എന്ന് പറയുന്നത്? എന്റെ വിശ്വാസത്തിനെതിരെ ഉണ്ടാകുന്ന മറ്റു വിശ്വാസങ്ങൾ, എവിടെ? സഭയ്ക്കുള്ളിലുണ്ടാകുന്ന വിശ്വാസം, പല റോങ് ടീച്ചിങ്ങിനെതിരെയും ഉയർത്തുന്ന ഒരു ശാസ്ത്രമാണ് ഖണ്ഡന ശാസ്ത്രം എന്ന് നമുക്ക് പറയാം. ന്യായവാദ ശാസ്ത്രത്തിന്റെ ഒരു ഉത്തമ തോഴനായി ഖണ്ഡന ശാസ്ത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. സഭയ്ക്ക് വെളിയിൽ നിന്നും
ഉണ്ടാകുന്ന ആക്രമണങ്ങളെയും എതിർപ്പുകളെയും ന്യായവാദ ശാസ്ത്രം നേരിടുമ്പോൾ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെയും എതിർക്കുകയാണ് ഖണ്ഡന ശാസ്ത്രം ചെയ്യുന്നത്. സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എന്ന് രേഖപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത്ഭുതം ഉണ്ടാകാം. അത് കേൾക്കുമ്പോൾ പറയാം, സഭയ്ക്കുള്ളിലും എന്താണ് ആക്രമണം എന്ന് നിങ്ങൾ ചോദിക്കാം. എന്നാൽ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ നേരിടുവാനായി ദൈവവചനം സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദൈവവചനം സ്വീകരിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ്, ഒരു പഠനശാഖയാണ് ഖണ്ഡന ശാസ്ത്രം. പൗലോസ് ഖണ്ഡന ശാസ്ത്രമാണ് എഴുതിയത് ഗലേഷ്യൻസിന്. ഗലേഷ്യയിലുള്ള വിശ്വാസികൾ അവ വീണ്ടും ന്യായപ്രമാണ പ്രകാരമുള്ള ചില ജടീയ കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് പഠിപ്പിച്ചപ്പോൾ എതിരെ വ്യക്തമായി പൗലോസ് എഴുതുവാൻ ഇടയാക്കി. യോഹന്നാന്റെ സുവിശേഷം ഉണ്ടായത് അങ്ങനെയാണ്. യോഹന്നാന്റെ ലേഖനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതൊരു ഖണ്ഡന ശാസ്ത്രങ്ങളായിട്ടാണ് ഇതെല്ലാം എഴുതപ്പെട്ടതെന്ന് നമ്മൾ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ നമ്മൾ എതിർക്കണം. അതെങ്ങനെയാണ്? അത് ന്യായവാദ ശാസ്ത്രം കൊണ്ട് ശരിയാകുകയില്ല. അത് ദൈവവചനം എടുത്തുകൊണ്ട് അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഖണ്ഡന ശാസ്ത്രം ന്യായവാദ ശാസ്ത്രം തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇത് രണ്ടുപേരും goes hand in hand. It goes together, side by side. ഇത് സെപ്പറേറ്റ് ആകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില? ഇതിന്റെ പ്രവർത്തന ഏരിയയുടെ അടിസ്ഥാനത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇത് രണ്ടും നിൽക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. കാരണം സ്വന്തം ജനങ്ങൾ തന്നെ നാം വിശ്വസിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ എതിർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായി. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ അത്ഭുതം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വലിയൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിനെതിരെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ അതിനെതിരെ നിൽക്കുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. ഏതായാലും ശരി, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും എതിർത്തുകൊണ്ട് യഹൂദന്മാരിലും ക്രൈസ്തവരിലും ധാരാളം പേർ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നത്തെ സ്ഥിതിക്കും അതിൽ നിന്നും ഒട്ടും വ്യത്യാസമല്ല. പല ആൾക്കാർ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വിശ്വാസത്തെ ഉലയ്ക്കുവാനായി ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ മാത്രമല്ല, പണ്ടേ ഉള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാന്റെ ലേഖനങ്ങളും യോഹന്നാൻ എഴുതിയ സുവിശേഷവും ഇങ്ങനെയുള്ള ഖണ്ഡനത്തിന് എതിരെ എഴുതിയതാണ്. സഭയ്ക്കുള്ളിൽ ഉണ്ടായ ചില പഠിപ്പീരുകൾക്കെതിരെ ഉണ്ടായതാണ്. പൗലോസ് അതിനെ വളരെ ശക്തമായി എതിർക്കുകയാണ്. ഞങ്ങളുടെ അറിയിച്ച സുവിശേഷത്തിന് എതിരായി വേറെ ആരെങ്കിലും, ഞങ്ങളോ ഇനി ഒരു ദൂതനോ അറിയിച്ചാൽ നിങ്ങൾ അതിന്റെ പിന്നിൽ പോയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. അത് അറിയിക്കുന്ന ദൂതനും അല്ലെങ്കിൽ പൗലോസ് ശപിക്കപ്പെട്ടവനായി എന്നാണ് ആ വാക്യം പറയുന്നത്. അപ്പോൾ അതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ അക്രമങ്ങൾ ഉണ്ടാക്കാം, അനേകം ടീച്ചിങ്ങുകൾ കടന്നു വരാം. അത് ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസ വിഷയത്തിൽ ആക്രമണങ്ങൾ പ്രധാനമായി രണ്ട് രീതിയിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ആക്രമിക്കുന്നതായി കാണാൻ കഴിയും. ഒന്ന്, വികൃതമാക്കപ്പെട്ട വ്യാഖ്യാനങ്ങൾ. രണ്ട്, ക്രിസ്തീയ സംഘടനകൾ എന്ന നാമധേയം ധരിച്ചു കൊണ്ടുവന്ന പാഷാണ്ഡോപദേശങ്ങളിൽ കൂടി സഭയ്ക്കുള്ളിൽ നിന്ന് വേദപുസ്തകത്തെ ആക്രമിക്കുന്നവർ, വികൃതമാക്കപ്പെട്ട ഉപദേശവും പഠിപ്പിക്കുന്നവരും ഉൾപ്പെടും. രണ്ട് രീതിയിലുള്ള ക്രിസ്തീയ സംഘടനകളാണ്. പേരുകൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോർമോൺസ്, ജെഹോവ വിറ്റ്നസ്, യഹോവവാദികൾ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അങ്ങനെ യഹോവവാദി, ഇങ്ങനെയുള്ള പല ആൾക്കാർ ഞാൻ ഇന്നത്തെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കുറെ സംഘടനകളായി തന്നെ ആൾക്കാർ മുന്നോട്ട് വന്നു. വികൃതമാക്കപ്പെട്ട വ്യാഖ്യാനങ്ങൾ, ചില വാക്യങ്ങൾ എടുത്തിട്ട് കോട്ടിമാറ്റി മറിച്ചു കളയുന്ന ചില ആൾക്കാർ. ഇപ്പോൾ കൂടുതൽ ഡിസ്കഷൻസ് നടക്കുന്നത്
നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലാണ്, അല്ലെ? ഫേസ്ബുക്ക് നോക്കിയാൽ എപ്പോഴും പല വാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകാം. അപ്പോൾ നമ്മളൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളവരുണ്ട്. വാട്സപ്പ് ഉള്ള മറ്റൊരു മേഖലയാണ് അതിൻ്റെ. എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്റെ വിശ്വാസം പ്രകടിപ്പിക്കാനല്ല, ഒരു മലയാളികളായ ഒരു വ്യക്തി യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വികൃതമാക്കപ്പെട്ട വ്യാഖ്യാനങ്ങൾ, ഭയങ്കര യേശുക്രിസ്തുവാദിയാണ്, ക്രിസ്തുവാദിയാണ്, അല്ലെങ്കിൽ ജീസസ് ഓൺലി എന്ന് നമുക്ക് പറയാം. യേശുക്രിസ്തു മരിക്കാൻ കഴിയില്ല, പാപികൾക്ക് മാത്രമേ മരണമുള്ളൂ, യേശു പാപിയൻ, ഇങ്ങനെ ഉള്ള ചില വാക്കുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, ആ ബൈബിൾ വാക്യത്തെ വികൃതമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ചില തിയറീസ് അല്ലെങ്കിൽ തിയോളജീസ്, ഈ രീതിയിലും നമ്മൾ ആ ക്രമത്തെ നമ്മൾ ഭയക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി എബിയോന്യർ, പ്ലേഖ്യർ, മെനനിസ്റ്റുകൾ, നെസ്തേരിയർ, അറിയൂസ്, സിദ്ധാന്തക്കാർ, ഇവരെല്ലാം ആദ്യ നൂറ്റാണ്ട്, 1-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ട് കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകളിൽ ഉണ്ടായ ചില റോങ് ടീച്ചേഴ്സ് ആണ്, ചില ഇസങ്ങളാണ്, ചില സംഘടനകളാണ്. അറിയൂസിനെ നിങ്ങൾക്കറിയാം, യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയും. എറിയൂസിനെതിരെ കൊണ്ടുവന്ന തിയറിയാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന തൃത്വം എന്ന് പറയുന്ന തിയറി, അല്ലെങ്കിൽ അപ്പോസ്തലിക് ക്രീഡ് എന്ന പേരിലുള്ള ഒരു റോമൻ കാത്തലിക്സ് ടീച്ചിങ്സ്. നമ്മൾ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കേണ്ടിയിരിക്കും. ഓക്കെ, പുതിയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദുർവേഷ്ടക്കന്മാർക്ക് ഉദാഹരണം 20-ാം നൂറ്റാണ്ടിന്റെ ഉദയത്തെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള സമൂല പരിവർത്തനവാദികൾ, എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ, ക്രിസ്തീയ നവയുഗ പ്രസ്ഥാനക്കാർ മുതലായവരും ഈ ഗണത്തിൽ, അത് ഇവര് ഈ നൂറ്റാണ്ടിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ളവരാണ്. ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തിൽ കടന്നു വന്ന പല ആൾക്കാർ എക്യുമെനിക്കൽ പ്രസ്ഥാനം, എല്ലാ ക്രിസ്ത്യൻസും ഒന്നാണ് എന്നുള്ള രീതിയിൽ ക്രിസ്ത്യൻ നവയുഗ പ്രസ്ഥാനക്കാർ, അവിടെ ഇവിടെ എല്ലാം കുമിള് പോലെ കടന്നു വരുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം ഈ ഗണത്തിൽ പെടുത്താവുന്നതാണ്. സംഘടന എന്ന നാമധേയ ധരിച്ചു കൊണ്ടുവരുന്ന പാഷാണ്ഡോപദേശങ്ങൾ ആണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും എന്താണ് ന്യായവാദ ശാസ്ത്രവും ഖണ്ഡനശാസ്ത്രവും തമ്മിലുള്ള ബന്ധം, വ്യത്യാസങ്ങൾ. 1-2 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ഇടയായി തീർന്നു. ഈ ഇന്നത്തെ ക്ലാസ്സിൽ കൂടി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന കൂടി എന്റെ വാക്കുകൾ വിരമിക്കുന്നു. നമ്മളെ സഹായിക്കട്ടെ.